ആസ് എ വിഷൻ റേഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസാരിക്കുന്നത് അബൂബക്കർ സാദി നക്രാജ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ലോക പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമാണ് അജ്മീർ. സുൽത്താൻ ഹിന്ദ്, ഇന്ത്യയുടെ ചക്രവർത്തി എന്ന അപരനാമത്തിൽ വിശ്രുതനായ സൂഫി പ്രമുഖൻ ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി റളിയല്ലാഹുവിന്റെ അന്തിമ വിശ്രമ സ്ഥാനമാണ് അജ്മീർ. ഖാജ തങ്ങളുടെ ഉറൂസ് വേളയിലാണ് നാം ഇപ്പോൾ. വിശുദ്ധ ജീവിതത്തിലൂടെ ആത്മീയ ചക്രവാളങ്ങൾ കീഴടക്കിയ ഖാജ റളിയല്ലാഹു ലക്ഷങ്ങൾക്ക് മാർഗദർശനം നൽകി ഇന്ത്യ മുസ്ലിങ്ങൾക്കിടയിൽ ചക്രവർത്തി പദം അലങ്കരിച്ചു കൊണ്ടിരിക്കുന്നു. അതാഉർ റസൂൽ, തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമ്മാനം, നവാസ് ഗരീബ്, അശരരുടെ തോഴൻ എന്നൊക്കെയും പേരുകളിൽ അറിയപ്പെടുന്നു. അശരണർക്കും അഗതികൾക്കും താങ്ങും തണലുമായിരുന്ന ഖാജ റളിയല്ലാഹു തആല അൻഹു പ്രബോധന കേന്ദ്രമായിരുന്ന അജ്മീർ ജാതി മത ഭേദമന്യേ ഇന്നും ലക്ഷങ്ങൾക്ക് ആശ്വാസ കേന്ദ്രമാണ്. ഖാജ റളിയല്ലാഹു തആല അൻഹു ഹിജ്റ 522 ഇറാനിലെ സഞ്ചറിലാണ് ജനിച്ചത്. ഹസ്രത്ത് ഗിയാസുദ്ദീൻ റളിയല്ലാഹു തആല അൻഹു പിതാവും ഉമ്മുൽ വറ മാഹിനൂർ ബീവി റളിയല്ലാഹു അൻഹ മാതാവുമാണ്. പിതാവ് സയ്യിദ് ഗിയാസുദ്ദീൻ സഞ്ചരി റളിയല്ലാഹുവിന്റെ ശിക്ഷണത്തിലാണ് പ്രഥമ പഠനം നടക്കുന്നത്. 11-ാം വയസ്സിൽ പിതാവ് നിര്യാതനായി. പിതാവിൽ നിന്ന് അനന്തരാവകാശമായി ലഭിച്ച അല്പം തോട്ടവും ഒരു ജലയന്ത്രം മാത്രമാണ് തനിക്ക് ഉണ്ടായിരുന്നത്. ഒരിക്കൽ തോട്ടം നനച്ചു കൊണ്ടിരിക്കെ ഒരു ഫക്കീർ അവിടെ കടന്നു വന്നു. അത് സൽവൃത്തരിൽ പ്രധാനിയായ ഷെയ്ഖ് ഇബ്രാഹിം ഖന്തൂസി എന്നിവരായിരുന്നു. മഹാനവറുകളെ ഖാജ റളിയല്ലാഹു അൻഹു സ്വീകരിക്കുകയും അവർക്ക് ധാരാളം പഴങ്ങൾ നൽകി അവിടെ നിന്ന് ആദരിക്കുകയും ചെയ്തു. ഒടുവിൽ പഴം ഭക്ഷിച്ചതിന് ശേഷം മഹാനവറുകൾ തൻ്റെ സഞ്ചിയിൽ നിന്ന് ഒരു റൊട്ടി കഷ്ണം എടുത്തുകൊണ്ട് ഖാജ റളിയല്ലാഹു അൻഹുവിൻ്റെ വായിലിട്ട് കൊടുത്തു. അതോടുകൂടി വലിയ മനസ്സിന് മാറ്റങ്ങളുണ്ടാകുകയും ആത്മീയമായ വലിയ ഉയർച്ച ലഭ്യമാകുകയും ചെയ്തു. ആത്മീയ വിശുദ്ധിയുടെ ഉന്നത പദവിയിലേക്ക് ഖാജ റളിയല്ലാഹു അൻഹു ഉയരുകയും അവിടുന്ന് അള്ളാഹുവിൻ്റെ സാമീപ്യം തേടിയുള്ള യാത്ര തുടരുകയും ചെയ്തു. ഒടുവിൽ ഇറാഖിൽ മഹാനായ ഉസ്മാൻ ആറി റളിയല്ലാഹുവിൻ്റെ സമീപത്ത് 20 വർഷത്തോളം കഴിച്ചുകൂട്ടുകയും അവിടുത്തെ ശിക്ഷണത്തിലായി വലിയ പദവിയിലേക്ക് ഉയരുകയും ചെയ്തു. ഖാജ റളിയല്ലാഹു തആല അൻഹു മദീനയിലെത്തിയപ്പോൾ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയിൽ സിയാറത്ത് ചെയ്തു. അല്പം വിശ്രമിക്കാൻ കിടന്നപ്പോൾ അവിടുന്ന് സ്വപ്നത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദർശിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഞാൻ അങ്ങയുടെ ശിരസ്സിൽ ഇന്ത്യയുടെ കിരീടം ഞാൻ വെച്ചു തന്നിരിക്കുന്നു, നിങ്ങൾ ഹിന്ദുസ്ഥാനിൽ പോയി നിങ്ങൾ പ്രബോധനം നടത്തണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുകയും ചെയ്തു. ഇന്ത്യയിലേക്ക് വരാനുള്ള റൂട്ട് അറിയാതെ ഒരവസ്ഥ വന്നപ്പോൾ മഹാനവറുകൾക്ക് ഒരു റുമ്മാൻ പിടിച്ചുകൊണ്ട് അതിലൂടെ റൂട്ട് മാപ്പ് കണ്ടെത്തിക്കൊണ്ട് ഇന്ത്യയിലേക്ക് പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യയിലെത്തി ലാഹോർ വഴി ഡൽഹിയിലെത്തുകയും അങ്ങനെ അജ്മീറിൽ പ്രവേശിക്കുകയും ചെയ്തു. അന്ന് അജ്മീറിൽ രാജപുത്ര ഭരണമായിരുന്നു. ഇതിൽ പ്രസിദ്ധിയാർജിച്ച അന്നറിയപ്പെട്ട പൃഥ്വിരാജ്, അദ്ദേഹത്തിൻ്റെ ഭരണമായിരുന്നു അന്നുണ്ടായിരുന്നു. എല്ലാവരും അന്ന് അവിശ്വാസങ്ങൾ മാത്രം സ്വീകരിച്ചു കൊണ്ടിരുന്ന അന്ധകാര നിബിഡമായ ഒരു സമൂഹമായിരുന്നു അന്ന് അജ്മീറിലുണ്ടായിരുന്നത്. അവർ സംസ്കരിച്ചെടുക്കാനും ധർമ്മബോധനം നടത്താനുമാണ് മഹാനായ ഖാജ തങ്ങൾ ദൗത്യത്തിലേർപ്പെട്ടത്. അങ്ങനെ അവരുമായിട്ട് ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനും ഇസ്ലാമിക പ്രബോധനം നടത്താൻ ആരംഭിച്ചപ്പോൾ ഒരുപാട് ഭീഷണികൾ നേരിടേണ്ടി വന്നു. ഖാജ റളിയല്ലാഹു തആല അൻഹ അതൊക്കെയും അള്ളാഹുൽ തവക്കലാക്കി ജീവിക്കുകയും തൻ്റെ ജീവിതം അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഒടുവിൽ ഖാജ റളിയല്ലാഹു അൻഹുവിനെ വകവരുത്താനും തടയിടാനുള്ള ഒരുപാട് ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. പൃഥ്വിരാജ് അദ്ദേഹത്തിൻ്റെ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന മാരണക്കാരായ ആൾക്കാരൊക്കെ വിളിച്ചു കൂട്ടിക്കൊണ്ട്
ആ ഖാജ തങ്ങൾക്കെതിരെ നീക്കം തുടങ്ങുകയുണ്ടായി. അതൊക്കെയും ഖാജ റളിയല്ലാഹു അൻഹ എല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ് ചെയ്തത്. ഖാജ റളിയല്ലാഹു തആല അൻഹും ശിഷ്യരും അനാസാഗർ എന്നുള്ള നദീതീരത്തായിരുന്നു വിശ്രമിച്ചു കൊണ്ടിരുന്നത്. ഒടുവിൽ രാജാവും തൻ്റെ അനുയായികളും വന്നുകൊണ്ട് പറഞ്ഞു, ഈ നദിയിലെ വെള്ളം നിങ്ങൾ ഉപയോഗിക്കരുത്. ഖാജ തങ്ങൾ അവരോട് മറുപടി പറഞ്ഞു, ഞങ്ങൾ ഒരു കുടം വെള്ളം എടുത്തോട്ടെ, ബാക്കി വെള്ളം ഞങ്ങൾക്ക് ആവശ്യമില്ല. അങ്ങനെ ആ വെള്ളം കോരലോടുകൂടി ആ നദി പൂർണ്ണമായി വറ്റുവരണ്ടു പോയി. അവിടുത്തെ വെള്ളം വലിയ അനുഗ്രഹീത ജലമായിട്ട് ആ ജനങ്ങൾ, അജ്മീറിലെ മുഴുവൻ ജനങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരുന്ന അനാസാറിലെ നദി ആ വെള്ളം പറ്റിയപ്പോൾ എല്ലാവരും ധർമ്മസങ്കടത്തിലായി. ഇതെന്ത് ചെയ്യാനാണ്? ഒടുവിൽ പൃഥ്വിരാജും തൻ്റെ ആയുകളും മരണക്കാരനും ജയ്പാലും എല്ലാം അവരുടെ മുമ്പിൽ പോയി സുജൂദിൽ വീണുകൊണ്ട് ജയ്പാൽ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ഒരുപാട് ആൾക്കാർ ഇസ്ലാം പുലുകയും അതോടൊപ്പം തന്നെ ക്ഷമ ചോദിക്കുകയും ചെയ്തു. ഒടുവിൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കുട വെള്ളം ആ നദിയിലേക്ക് ഒഴിച്ചപ്പോൾ പൂർവ്വസ്ഥിതിയായിട്ട് വെള്ളം തിരിച്ചു കിട്ടുകയും ചെയ്തു. അങ്ങനെ വലിയ ഒരുപാട് ജീവിതത്തിൽ നിരവധി കറാമത്തുകൾ മഹാനവറുകൾ തൻ്റെ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. വ്യക്തിവൈശിഷ്ടവും ആകർഷണീയമായ പെരുമാറ്റച്ചട്ടങ്ങളും ജീവകാരണ പ്രവർത്തനങ്ങളും കാരണം നിരവധി പേർ ഇസ്ലാമിക്കൽ ആകർഷിക്കപ്പെട്ടുവെന്നതിന് ചരിത്രം സാക്ഷിയാണ്. ഹിജറ 633 റജബ് 6 തിങ്കളാഴ്ചയാണ് മഹാൻ ഈ ഭൗതിക ലോകത്തോട് വിട പറയുന്നത്. ആ ദിവസം പൂർണ്ണമായും വാതിലടച്ച് കഴിയുകയായിരുന്നു. രാത്രി ഇശാഇൻ്റെ ശേഷം തൻ്റെ റൂമിൽ കടന്നു മഹാനവർകൾ പിന്നെ സുബഹിയോടടുത്ത സമയം യാത്ര പറയുകയാണ് ചെയ്തത്. ഒടുവിൽ അകത്ത് കയറി ജനങ്ങൾ അവിടുത്തെ ജനാസയെ കാണുമ്പോൾ അവിടുത്തെ നെറ്റിത്തടത്തിൽ പ്രകാശത്താൽ എഴുതപ്പെട്ട ഒരു ലിഖിതമുണ്ടായിരുന്നു. ഹാദാ ഹബീബുല്ലാ മാതഫി ഹബ്ബില്ല, അള്ളാഹുവിൻ്റെ ഹബീബ് ഇതാ അവൻ്റെ പ്രീതിയിലായി മരിച്ചിരിക്കുന്നു എന്ന് മഹാനായ ഖാജ റളിയല്ലാഹുവിൻ്റെ നെറ്റിത്തടത്തിൽ സന്ദർശകർക്ക് കാണാൻ സാധിച്ചു. വസല്ലല്ലാഹു അലാ ഖൈറിൽ ഖിസീദിനാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി വസല്ലം അജ്മഈന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.